വെള്ളാപ്പള്ളി നിയന്ത്രിക്കേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. 93 വയസ്സ് പൂർത്തിയായി 9 പതിറ്റാണ്ട് ജീവിച്ച ഒരു മനുഷ്യനെ ഇനി ആര് നിയന്ത്രിക്കാനാണ്? ആകെ ചെയ്യേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ വായിക്കുകയും ശ്രീനാരായണ ഗുരുവിനെ പിന്തുടരുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുക. അതേ അളവിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്യുക എന്നത് മാത്രമേ സാംസ്കാരിക രാഷ്ട്രീയ കേരളം ഇനി ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുമപ്പുറത്തേക്കൊന്നും വെള്ളാപ്പള്ളിയെക്കുറിച്ച് ഇനി പറയാനില്ല. വെള്ളാപ്പള്ളി കഴിഞ്ഞ 234 ദിവസങ്ങൾക്കുള്ളിൽ 65ഓളം വിഷം വമിപ്പിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഓരോ തവണ പറയുമ്പോഴും മുറിവേൽക്കുന്ന മനുഷ്യരുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ എന്ന് ഗിരിരാജ് സിംഗ് പറയുമ്പോൾ അവിടെ നിസ്സഹായരായി നോക്കി നിന്ന് സ്വന്തം പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മൾ അറിയണം. അവരുടെ ജീവിതത്തിലും അവരുടെ കുപ്പായത്തിലും ഒരു നിമിഷമെങ്കിലും നമ്മൾ ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ വെള്ളാപ്പള്ളിക്ക് അതിൻ്റെ ബോധ്യമുണ്ടാവൂ. വെള്ളാപ്പള്ളി പറയുന്നത് എന്താണെന്നറിയുമോ? അവർ വിരുന്നുകാരും നമ്മൾ വീട്ടുകാരുമല്ലേ എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് വരുന്ന പണമാണ് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വീട്ടിൽ പോകുന്നതെന്ന് പറയുന്നതിൽ ഒരു ഉളുപ്പുമില്ലാത്തയാളായിരുന്നു ഈ വെള്ളാപ്പള്ളി. ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ പേര് SNDP. ഇദ്ദേഹം ഇപ്പോൾ ചെയർമാനായിട്ടിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന സംഘടനയുടെ പേര് നവോത്ഥാന സമിതി. ഇതിലൊക്കെ വലിയ ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യവും തമാശയുമുണ്ടോ കേരളത്തിൽ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അയാൾക്ക് എങ്ങനെയാണ് ഇടതുപക്ഷത്ത് നിന്ന് ഇപ്പോഴും പിന്തുണ കിട്ടുന്നത് എന്നതാണ്. എനിക്ക് മനസ്സിലാവുന്നതേയില്ല. ഗോലി മാരോ സാരംകോ എന്ന് പറയുന്ന BJP നേതാവിന് കേരളത്തിൽ ഇടതുപക്ഷം പിന്തുണ കൊടുക്കുമോ? നിങ്ങൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പൗരത്വമില്ലാത്തവർ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറഞ്ഞ ഗിരിരാജ് സിംഗിന് കേരളം പിന്തുണ കൊടുക്കുമോ? കേരളത്തിൽ പലതവണ നമ്മളെ വിഭജിക്കാൻ ശ്രമിച്ചിരിക്കുന്ന, നമ്മളെക്കുറിച്ച് പലതവണ കേരളത്തിലെ മലപ്പുറത്തെക്കുറിച്ച് വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്ന ഉത്തരേന്ത്യയിലെ നേതാക്കളെ ഇടതുപക്ഷം പിന്തുണയ്ക്കുമോ? അങ്ങനെ ഇടതുപക്ഷം ആ സംഘപരിവാർ യുക്തിയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ എന്തു യുക്തിയിന്മേലാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഈ 60-ലധികം വരുന്ന വിദ്വേഷ പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. ചെറിയ പരാമർശങ്ങളാണോ നടത്തിയത്? പാകിസ്ഥാൻ മനസ്സോടുകൂടിയാണ് ഇവർ കേരളത്തെ ഭരിക്കുന്നതെന്നല്ലേ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾക്ക് മുസ്ലിം ലീഗുമായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടാവണം. പക്ഷേ മുസ്ലിം ലീഗ് പ്രതിനിധാനം ചെയ്യുന്നത് പാകിസ്ഥാൻ മനസ്സാണ് എന്ന് പറയുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന സംഘപരിവാർ യുക്തിയുണ്ടല്ലോ, അത് ചെറുതല്ല. അതിന് എങ്ങനെയാണ് ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കാൻ കഴിയുക? മലപ്പുറം എന്ന പ്രദേശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ് ഇവിടെയുള്ള ജനത ഒരു വലിയ ഭൂരിപക്ഷമായി വരാൻ പോവുകയാണെന്ന് പറയുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ വംശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘപരിവാർ യുക്തിയല്ലേ? അതിന് ഇടതുപക്ഷത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള ഒരു നേതാവിനെ ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക പരിസരത്ത് അടുപ്പിക്കാൻ കഴിയുമോ? നവോത്ഥാനം എന്ന വാക്ക് ഈ വെള്ളാപ്പള്ളി നടേശന്റെ 7 അയലത്ത് കൂടി പോയിട്ടുണ്ടോ? അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവൻ അപരനു സുഖത്തിനായി വരണം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് വെള്ളാപ്പള്ളി നടേശന്റെ ബാധകമാകില്ലെന്നുണ്ടോ? അങ്ങനെ ഒരാൾ SNDPയുടെ തലപ്പത്ത് വരുന്നത് എങ്ങനെയാണ്? ഒരു പീഡ എറുമ്പിനും നൽകരുതെന്നുള്ളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകയെന്നുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു പീഡ എറുമ്പിന് പോലും കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് സ്വന്തം കൊച്ചുമകൻ്റെ പ്രായമുള്ള ഒരു റിപ്പോർട്ടറെ വിളിച്ചിരിക്കുന്നത് തീവ്രവാദി എന്നാണ് വിളിച്ചിരിക്കുന്നത്. നോക്കൂ, ഇത് ചെറിയ വിഷയമാണോ? ചെറിയ വിഷയമല്ല എന്നുള്ളത് തന്നെയാണ് കേരളം തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ അധിക്ഷേപിക്കുക. നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ മാൻഹോളിൽ ഇറക്കിയത് അയാളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനായിരുന്നില്ല. നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഇറങ്ങിയത് ഏതെങ്കിലും തരത്തിൽ തനിക്ക് മരണശേഷം കിട്ടാൻ പോകുന്ന വലിയ പട്ടങ്ങൾ ഉദ്ദേശിച്ചുമായിരുന്നില്ല. അവിടെ ആ മാൻഹോളിൽ വീണ അതിഥി തൊഴിലാളികളായിട്ടുള്ള മനുഷ്യർ, അവർ നമ്മുടെ സഹോദരനാണ് എന്ന് തിരിച്ചറിവ്. അവരുടെ ആരുടെയും പേര് നൗഷാദിന് അറിയുമായിരുന്നില്ല, അവരുടെ ഭാഷ അറിയുമായിരുന്നില്ല, കുടുംബത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല. ആ മാൻഹോളിൽ ഇറങ്ങി അവിടെ പെട്ടുപോയി ജീവൻ നഷ്ടപ്പെട്ടു പോയ നൗഷാദാണ് അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവൻ അപരനു സുഖത്തിനായി വന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള നരൻ, നന്മ ചെയ്യുന്ന നരൻ, ആ നരനെയാണ് വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപിക്കുക. മാത്രമല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെ വെള്ളാപ്പള്ളി നടേശൻ വിശേഷിപ്പിച്ചിട്ട് പറഞ്ഞു, ഈഴവനായിട്ട് ജനിച്ചിട്ട് കാര്യമില്ല, ഇനി മുസ്ലിമായിട്ട് ജനിച്ചാൽ മാത്രമേ ഇത്തരം ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ എന്ന അങ്ങേയറ്റം ദുഷിപ്പുള്ള വിദ്വേഷമുള്ള വാചകം കൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചു. വെള്ളാപ്പള്ളി നടേശൻ്റെ മൈക്രോ ഫിനാൻസ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട കേസ് തടയുന്നതിന് നിങ്ങൾക്കൊരു സർക്കാരിൻ്റെ പിന്തുണ വേണം. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കേസുകൾ EDയും CBIയും അന്വേഷിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ചാരാൻ വേണ്ടി അപരവിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വേണം. ഇത് രണ്ടുമാണ് വെള്ളാപ്പള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി രാഷ്ട്രീയ കേരളത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകൻ്റെ മെക്കിട്ട് കയറുകയല്ല വേണ്ടത്. ഇവിടെ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ, പാകിസ്ഥാൻ മനസ്സുള്ള മനുഷ്യരായിട്ടും അവരിവിടെ ഭൂരിപക്ഷ സമുദായത്തിന് ആനുകൂല്യങ്ങൾ തട്ടിപ്പ്
കൊള്ളപ്പറിക്കുന്ന മനുഷ്യരായിട്ടും ചിത്രീകരിക്കുകയല്ല വേണ്ടത്. ഈ നാട്ടിൽ ജനിച്ച മനുഷ്യർ അവിടെ മതേതരത്വത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടിൻ്റെ പേരാണ് മലപ്പുറം. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, ബാബറി മസ്ജിദ് തകർന്നു വീഴുന്ന സമയത്ത് കേരളത്തിൽ തീപിടിക്കാതിരുന്നത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനവും മുസ്ലിം സമുദായവും നൽകിയ മതമൈത്രിയും പിന്തുണയും ഒന്ന് കൊണ്ട് മാത്രമാണ്. ആരും ഉത്തരേന്ത്യയിലേതുപോലെ വലിയ രീതിയിൽ വർഗീയമായ കലാപങ്ങൾക്ക് ഈ നാട് സാക്ഷ്യം വഹിച്ചില്ല. എന്തുകൊണ്ട്? അന്നും ഈ മുസ്ലിം ലീഗും ഈ സമുദായ സംഘടനകളും ഒക്കെ വളരെ സൗമ്യമായ വിഷയത്തിൽ പ്രതികരിച്ചതുകൊണ്ടാണ്. ഒരു നീതികേടിനെതിരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാതിരുന്ന നാടിൻ്റെ പേരാണ് വെള്ളാപ്പള്ളി മലപ്പുറം എന്ന് പറയുന്നത്. ആ മലപ്പുറത്ത് നിന്നാണ് നമ്മുടെ കുഞ്ഞാലി മരയ്ക്കാറാണെങ്കിലും ശരി, താങ്കൾ തന്നെ അധിക്ഷേപിക്കുന്ന മാപ്പിള ലഹളയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് അതിനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നോക്കൂ, അവിടെ കുഞ്ഞാലി മരയ്ക്കാറാണെങ്കിലും മമ്പറം തങ്ങളാണെങ്കിലും പല പല കാലഘട്ടങ്ങളിൽ നമ്മളെ നയിച്ച ഓരോരുത്തരും പാണക്കാട്ടെ കുടുംബത്തിലുള്ളവരാണെങ്കിലും ശരി, സാമുദായികമായും ഒക്കെ കേരളത്തെ ചേർത്ത് നിർത്തുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരെയാണ് വെള്ളാപ്പള്ളി അധിക്ഷേപിക്കാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും സാംസ്കാരിക കേരളത്തിന് പ്രതികരണം ഉണ്ടാവും. അത് ചോദ്യങ്ങളായി അങ്ങയുടെ നേരെ ഉയരുക തന്നെ ചെയ്യും. അതിൽ അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലാണ്. താങ്കൾ കരുതുന്നത് പോലെ ഒരു ഏതെങ്കിലും തരത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവാകാൻ താങ്കൾ സ്വയം നടത്തുന്ന ഈ ശ്രമങ്ങൾ, അതും ഇടതുപക്ഷത്തിൻ്റെ മൂലധനത്തിലാണ്, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയിൽ താങ്കൾ അങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ താങ്കളെ തിരിച്ചറിയുക തന്നെ ചെയ്യും. CP തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ വളരെ കൃത്യമായൊരു മെസ്സേജ് താങ്കൾക്ക് നൽകുന്നത്. വെള്ളാപ്പള്ളിയല്ല LDF. അതിലുണ്ടെല്ലാം കേരളത്തിലെ തൊഗാഡിയയ്ക്ക് ഇടതുപക്ഷമാകാൻ കഴിയില്ല. കേരളത്തിലെ തൊഗാഡിയയ്ക്ക് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടെ നിങ്ങൾക്ക് പലതവണയും അധിക്ഷേപത്തിന് വിധേയമാവുന്നൊരു ജനതയുടെ സങ്കടത്തോട് ഐക്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. അതാണ് മലപ്പുറത്ത് ഒരു ആന ചരിഞ്ഞാൽ പോലും അതിൽ വർഗീയത കാണുന്ന നാടാണ്. ആ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിങ്ങൾ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ മതേതരമായ പാരമ്പര്യത്തെയാണ്. അതിനുമപ്പുറത്തേക്ക് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയ പ്രത്യയശാസ്ത്രത്തെയാണ്. അപരൻ്റെ പ്രിയം എൻ്റെ പ്രിയം എന്ന് പറഞ്ഞയാളാണ്. സ്വകീയ പ്രിയം അപരൻ്റെ പ്രിയം എന്ന് പറഞ്ഞയാളാണ്. ആ ശ്രീനാരായണ ഗുരുവിനെയാണ് നിങ്ങൾ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റഹീസ് റഷീദിനോ നിങ്ങൾ വിളിച്ച ഈ തീവ്രവാദി എന്നുള്ള വാക്കുണ്ടല്ലോ, അത് പോയി ചെന്ന് കൊള്ളുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഹൃദയത്തിലാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിലാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെള്ളാപ്പള്ളി നടേശനെ SNDPയുടെ തലപ്പ് തിരുത്തണോ വേണ്ടയോ എന്നുള്ളത് ശ്രീനാരായണീയരാണ് ആലോചിക്കേണ്ടത്. ശ്രീനാരായണീയർ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾക്ക് പിന്നാലെ പോകുന്നതാണ്. നിങ്ങൾ കുറേ സമയം ഗാന്ധിക്കും സവർക്കർക്കുമൊപ്പം സഞ്ചരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഗാന്ധിക്കൊപ്പം സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് സവർക്കർക്കെതിരെയുള്ള ദിശയിലായിരിക്കും, സവർക്കർക്കൊപ്പം സഞ്ചരിച്ചാൽ ഗാന്ധിക്കെതിരെയും. അതേപോലെ നിങ്ങൾക്കൊരിക്കലും ശ്രീനാരായണ ഗുരുവിനൊപ്പവും വെള്ളാപ്പള്ളി നടേശനൊപ്പവും സഞ്ചരിക്കാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ശ്രീനാരായണ ഗുരുവിലേക്ക് അടുക്കുന്നോ അത്രത്തോളം നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് അകലുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക കേരളം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഒരു തരത്തിലും മറ്റുള്ള മനുഷ്യനെ വേദനിപ്പിക്കാതെ, വിദ്വേഷമില്ലാതെ, ഒരു മതത്തിൻ്റെ വിദ്വേഷവും ഇല്ലാതെ ഈ നാട് പുലരാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ്റെ പേരിലെ പ്രസ്ഥാനത്തെ, ആ മനുഷ്യർ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ താങ്കൾ ഇനിയെങ്കിലും ആ വിഷം വമിപ്പിക്കുന്ന ആ യന്ത്രം ഒന്ന് ഓഫ് ചെയ്യണം. അതല്ലെങ്കിൽ കേരളം അങ്ങേ കേൾക്കുന്ന യന്ത്രം ഓഫ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അത് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കേൾക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെയാണ്, കേൾക്കേണ്ടത് വെള്ളാപ്പള്ളിയല്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ മാത്രമേ കേൾക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങളുടെ ബാക്കി പത്രം എന്ന് പറയുന്നത്. ഇനിയും റഹീസ് റഷീദ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ വസ്ത്രം കണ്ടും അവരുടെ പേര് കണ്ടും അവരുടെ നാട് കണ്ടും അവരെ പാകിസ്ഥാനിലേക്ക് കടത്താമെന്നുള്ള സംഘപരിവാർ യുക്തിയുണ്ടല്ലോ, അർബൻ നക്സൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന അതേ യുക്തി, നിങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന അതേ യുക്തി, ആ യുക്തി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന പിണറായി വിജയൻ കോട്ട് ചെയ്ത കേരളത്തിൻ്റെ പ്രവീൺ തൊഗാഡിയയ്ക്കുള്ളത്. ആ കേരളത്തിലെ പ്രവീൺ തൊഗാഡിയെ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. വെള്ളാപ്പള്ളി സ്വയം നിയന്ത്രിക്കുക, ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ കേൾക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ള പോംവഴി. Meet the editors.